ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസാണ്. കുറച്ച് വൈകിപ്പോയി. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ബിഗ് ബോസിന് ശേഷം, അതായത് ഫിനാലെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ, മറ്റ് പല കോൺട്രവേഴ്സികൾ, ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫാമിംഗ് കണ്ടന്റുകളായിരുന്നു ചെയ്തിരുന്നത്. എക്സ്പെഷ്യലി ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും കോഴികളുടെ ശബ്ദം. അപ്പോൾ നമ്മൾ കോഴികളുമായി ബന്ധപ്പെട്ടുള്ള കോഴി വളർത്തൽ ടിപ്പുകളും അവയ്ക്ക് അസുഖങ്ങളെക്കുറിച്ചുള്ള മരുന്നുകൾ, അങ്ങനെ ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 600-ലധികം വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി പിടിക്കാൻ ഉണ്ടായ ഒരു കാരണം വിശദീകരിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബിഗ് ബോസ് കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പല സുഹൃത്തുക്കളും നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതേപോലെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, കോഴി വളർത്തൽ നിർത്തിയോ, എന്താണ് വിഷയം മാറ്റിയത്, എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് മുകളിലൊരു ഐ ബട്ടണിൽ വരും, അത് കയറി കാണുക. പിന്നെ അതിൽ ചെറിയ ഒരു സംക്ഷിപ്ത രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യാതൊരു വിധത്തിലുള്ള വയലൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണിച്ചുകൊണ്ടല്ല നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. എന്നിട്ടും നമുക്ക് ചാനലിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് നമ്മുടെ യൂട്യൂബ് തന്നു. 2 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നു. അതിൽ പറയുന്നൊരു കാരണം, കോഴികളുടെ മുറിവ് കാണിക്കുന്നു, കോഴികളുടെ 2 കോഴികൾ തമ്മിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊത്തുകൂടുന്ന സീന് കാണുന്നു, പിന്നെ ഫൈറ്റർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. നമ്മളൊരു ഫൈറ്റർ ഫിഷിൻ്റെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ചെയ്തതിനാണ് ആദ്യം നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത്. നമ്മൾ ഫൈറ്റർ ബ്രീഡിംഗ് എന്നല്ലാതെ നമ്മൾ എന്താണ് അതിന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ സ്ട്രൈക്ക് വന്നപ്പോൾ ആദ്യം ഒരു സ്ട്രൈക്ക് വന്നു. അത് നമ്മൾ അവർക്ക് അപ്പീൽ കൊടുത്ത് അവരത് റിമൂവ് ചെയ്ത് പിന്നെയും 2-3 സ്ട്രൈക്കൊക്കെ വന്നു. അത് നമ്മൾ അപ്പീൽ കൊടുക്കും, അത് റിമൂവ് ചെയ്യും. നമ്മളൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അപ്പീൽ കൊടുക്കാൻ വൈകി കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നാൽ ചാനൽ പോകും. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. കാരണം 2 വർഷം 3 വർഷം മുമ്പൊക്കെ ഇട്ടുള്ള വീഡിയോകൾക്കാണ് ഇപ്പോൾ സ്ട്രൈക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുവിധം വീഡിയോസൊക്കെ, അതായത് ഫൈറ്റർ എന്ന വേർഡ് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ കോഴികളുടെ മുറിവ് കാണിക്കുന്നതോ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ചാനലിൽ. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും വീഡിയോകളുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതുമല്ല, ഇനി വേറെ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് യൂട്യൂബ് സ്ട്രൈക്ക് തരുമോ അറിയില്ല. എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്, ചാനലിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, അവിയൽ മീഡിയ എന്നുള്ളതാണ്. ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആദ്യം മുതലുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ചെയ്തിരുന്നത് ആദ്യം കുറച്ച് യാത്രാ വീഡിയോകൾ, കുക്കിംഗ് വീഡിയോകൾ, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ഏകദേശം 10-40,000 സബ്സ്ക്രൈബർ ആയതിനു ശേഷമാണ് ഫാമിംഗ് കണ്ടന്റുകൾ ചെയ്തു തുടങ്ങിയത്. നമ്മൾ കോഴികളെ വളർത്തുന്നതിൻ്റെ വീഡിയോയും ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അതിന് കൂടുതൽ ആവശ്യക്കാർ വന്ന സമയത്ത് നമ്മൾ അതേക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് മാത്രമായി മാറി അങ്ങനെ അങ്ങ് പോയതാണ് നമ്മുടെ ചാനൽ. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ വീഡിയോ, ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു 600-ലധികം വീഡിയോകൾ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ഈ 1-2 മാസങ്ങളിലായിട്ട് നമ്മൾ എന്ത് വീഡിയോ ചെയ്താലും വ്യൂസ് തീരെ ഇല്ല. ഏകദേശം ഒരു 500 വ്യൂസ്, 1000 വ്യൂസൊക്കെ മാക്സിമം കിട്ടിയാലായി എന്നുള്ള രീതിയിലേ ഉള്ളൂ. നമ്മളൊരു ടിപ്പായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അസുഖത്തിൻ്റെ മരുന്നായിരിക്കും പറയുന്നത്. പക്ഷെ അതൊന്നും ആളുകളിലേക്ക് എത്തുന്നില്ല, വ്യൂസ് ഇല്ല. അതിന് പുറമെയാണ് യൂട്യൂബിൻ്റെ ഈ വക എന്താ പറയുക, സ്ട്രൈക്കും അങ്ങനെയുള്ള സംഗതികളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ മാറി ചിന്തിച്ചുകൂടാ. കാരണം നമ്മൾ ചെയ്യുന്ന വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്, ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത്. അതിന് വ്യൂസ് ഇല്ല, ആളുകളിലേക്ക് എത്തുന്നില്ലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പോകാനായിട്ടായിരിക്കാം, എന്തോ നമുക്കത് വ്യൂസ് ഇല്ല. അരി മേടിക്കണമല്ലോ. സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്, നിങ്ങളെല്ലാവരും കാണുന്നതായിരിക്കും. പുള്ളി ഈ ബിഗ് ബോസ് കണ്ടന്റ്, പ്രത്യേകിച്ച് റോബിൻ രാധാകൃഷ്ണനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലിൻ്റെ കൂടെ എപ്പോഴും റൈസ് എന്ന് ചേർക്കാറുണ്ട്. അതായത് അരി മേടിക്കാനുള്ള വകുപ്പ് എന്നുള്ളത്. ഇതും എൻ്റെ അരി മേടിക്കാനുള്ളൊരു വകുപ്പാണ്. അതായത് യൂട്യൂബ് എന്ന് പറയുന്നതും എനിക്ക് അരി മേടിക്കാനുള്ളൊരു വകുപ്പ് തന്നെയാണ്, വകുപ്പുകളിൽ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതേ വ്യൂസ് ഇല്ല, വീഡിയോ ആരും കാണുന്നില്ല, സ്ട്രൈക്ക് വരുന്നു. അപ്പോൾ നമ്മൾ അരി മേടിക്കാൻ എന്ത് ചെയ്യും? മാറ്റിപ്പിടിച്ചതല്ല, നമ്മൾ ആദ്യത്തെ ആ ഒരു നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിലേക്ക് തിരിച്ചു പോയതാണ്.
ഇപ്പോൾ ഏകദേശം 1,90,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. പക്ഷേ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ, നമ്മൾ സ്ഥിരം ചെയ്തിരുന്ന വീഡിയോ ഇടുമ്പോൾ 500 പേര് 600 പേരാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എന്താണ് കാര്യം? പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരുവിധം ആ മേഖലയെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം വീഡിയോകളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അസുഖങ്ങളെക്കുറിച്ച്, ഏതൊക്കെ അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരേ അസുഖത്തിന് തന്നെ പല മരുന്നുകളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കോഴികളെ വളർത്തേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഓരോ ഇനങ്ങളെയും എങ്ങനെ വളർത്താം, ഓരോ ഇനങ്ങളുടെയും പ്രത്യേകത എന്തൊക്കെയാണ്, ഓരോ ഇനങ്ങളിലും വ്യത്യസ്ത അതായത് ഒരു നാടൻ എന്ന് പറയുന്നതിൽ തന്നെ അതിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ. ഇനി കോഴി വളർത്തൽ മേഖലയിൽ ചെയ്യാത്ത ഒരു കണ്ടന്റ് നമ്മുടെ ചാനലില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ വീണ്ടും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പഴയ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇത് ദാസേട്ടൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത്, കണ്ടന്റ് ക്ഷാമമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ വരും. ഇതിപ്പോൾ ഇത്രയും സംസാരിക്കാനുണ്ടായ കാരണം നമ്മുടെ ചാനലുകളിൽ നമ്മുടെ ചാനലിലെ വീഡിയോകളുടെ താഴെ വരുന്ന നമ്മുടെ ചങ്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പറയുന്നത്, എന്തിനാണ് ദാസേട്ടാ ഇങ്ങനെ മാറിയത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾ കോഴി വളർത്തൽ നിർത്തിയോ? ഒരിക്കലും കോഴി വളർത്തൽ നിർത്തിയിട്ടില്ല. കോഴി വളർത്തുന്നുണ്ട്, നമ്മൾ കോഴികളെ സെയിൽ ചെയ്യുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചാനലിൽ നമ്മളതൊന്ന് മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയാണ് പ്രശ്നം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. ബിഗ് ബോസ് സീസൺ 4 അവസാനിച്ചുവെങ്കിലും പുറത്ത് റോബിൻ രാധാകൃഷ്ണൻ, ബിഗ് ബോസ് സീസൺ 4 എല്ലാവരും അല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വൈറൽ കണ്ടൻറ്റാണ്. നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. റോബിനെക്കുറിച്ച്, അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ടൈറ്റിലിൽ വരുന്ന വീഡിയോകൾക്കൊക്കെ ഭയങ്കരമായിട്ട് വ്യൂസ് ഉണ്ട്, നല്ല വ്യൂസ് പറഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ട്. അത് തന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞതും അരി വാങ്ങിക്കാൻ വേണ്ടി എന്നുള്ളത്. ഞാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പലരും പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് കുറഞ്ഞു, ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ചെയ്തപ്പോൾ ചാനലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് പോയി. വേറൊരു കാര്യം, സ്റ്റാൻഡേർഡ് കൊണ്ട് നടന്ന അരി വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി ചിന്തിച്ചതാണ്. ഇനി നമ്മൾ ഈ ബിഗ് ബോസ് ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് എനിക്കറിയില്ല, എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പറ്റുന്നിടത്തോളം അതുകൊണ്ട് പോവും. ഇനി മറ്റൊരു വൈറൽ കണ്ടന്റ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പുറകെ പോവും. അതിൻ്റെ കൂടെ തന്നെ ഫാമിംഗ് വീഡിയോകളും ചെയ്യും. കുറച്ച് ഫാമിംഗ് വിസിറ്റ് ചെയ്യാൻ 1-2 പേരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോയിട്ട് ചെയ്യും. ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏകദേശം ഈ ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ് ആയതോടു കൂടെ നമ്മുടെ ഫാമിംഗ് വിസിറ്റിംഗ് വീഡിയോകൾ, പിന്നെ കുറേ വ്ളോഗുകൾ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്ളോഗുകൾ, ചില പ്രത്യേക കഴിവുള്ള ആളുകളെ പരിചയപ്പെടുത്തുക, അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. പക്ഷേ ഇപ്പോൾ അരി വാങ്ങിക്കാൻ പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതിൻ്റെ പുറകെ പോവാണ്. ഞാൻ നിങ്ങൾക്കൊരു പ്രൂഫ് കാണിച്ചു തരാം. അതായത് ഈ വീഡിയോ, നമ്മുടെ ഈ ബിഗ് ബോസ് കണ്ടൻറ്റ്, പ്രത്യേകിച്ച് റോബിൻ രാധാകൃഷ്ണനുമായിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചാനലിലുണ്ടായിട്ടുള്ള വ്യൂസിൻ്റെ വ്യത്യാസം, നമ്മുടെ വരുമാനത്തിൻ്റെ വ്യത്യാസം. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് മാസം ഒരുപാട് പൈസ വരുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോഴെനിക്ക് 3 മാസം കൂടുമ്പോഴൊക്കെയാണ് $100 നമ്മുടെ ചാനലിൽ തികയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു തെളിവ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാ മാസവും 100, അതായത് ഈ മാസം ഇപ്പോൾ തന്നെ 17-18 ദിവസത്തെ കൗണ്ട് ചെയ്തപ്പോഴേക്കന്നെ 100-ൽ കൂടുതൽ ഡോളറായി. കഴിഞ്ഞ മാസം $100 ആയിട്ടുണ്ട്. ഇങ്ങനെ അടുപ്പിച്ച് 2 മാസം $100 ആവുന്നത് വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഇതിനു മുമ്പ്. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് മാറിയെന്നുള്ളത്? എനിക്കും അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാമിംഗ് മേഖലയെ ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കളും വിഷമിക്കേണ്ട, നമ്മൾ തീർച്ചയായിട്ടും ഫാമിംഗ് വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓഗസ്റ്റ് ആദ്യം മുതൽ തീർച്ചയായിട്ടും ഫാമിംഗ് കണ്ടൻറ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളുമായിട്ടുള്ള വീഡിയോകളായിട്ട് തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ.